ഈ ഹദീസ് ഒരു ഭാര്യയും ഭർത്താവും അവരുടെ മനസ്സിൽ കുത്തിവെക്കേണ്ട ഹദീസാണത്. ഏതാണത്? ജാബിർ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ഇബ്ലീസ യളഉ അർശഹു അലൽ മാ. ഇബ്ലീസിന്റെ അർശ് എവിടെയാണുള്ളത്? വെള്ളത്തിലാണ്. അവൻ വെള്ളത്തിലാണുള്ളത്. സുമ്മ യബ്അസു സറായാഹു. എന്നിട്ട് അവന്റെ സൈന്യത്തെ അവൻ എന്ത് ചെയ്യും? ഓരോ നാടുകളിലേക്കും ഓരോ സ്ഥലങ്ങളിലേക്കും അയക്കും. ഫഅദ്നാഹു മിൻഹു മൻസിലതൻ. അവന്റെ അടുക്കൽ ഏറ്റവും അടുത്ത സ്ഥാനം ആർക്കാണ്? അഅലമുഹും ഫിത്ന. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഫിത്ന ആരാണ് ഉണ്ടാക്കിയത്? അവനായിരിക്കും ശൈത്താന്റെ അടുക്കൽ ഏറ്റവും വലിയ സ്ഥാനമുണ്ടാവുക. ഏറ്റവും വലിയ സ്ഥാനമുണ്ടാവുക. യജീഉ അഹദുഹും ഫയഖൂലു ഫഅൽതു കദാ വകദാ. എന്നിട്ട് ഓരോ ശൈത്താൻ, ഇവൻ അയച്ച ഓരോ ചെറിയ ശൈത്താനുകൾ വന്നുകൊണ്ട് ഈ വലിയ ശൈത്താനോട് പറയും, ഫഅൽതു കദാ ഫഅൽതു കദാ, ഞാൻ ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട്, ഇന്ന കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഫയഖൂൽ മാ സനഅത ശൈഅ, നീ ഒന്നും ചെയ്തിട്ടില്ല. അഥവാ പല ആളുകളെയും വ്യഭിചരിപ്പിച്ചിട്ടുണ്ട്, പല ആളുകളെയും കള്ളു കുടിപ്പിച്ചിട്ടുണ്ട്, പല ആളുകളെയും ഓരോ തിന്മകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ഈ ശൈത്താൻ എന്താ പറയുക? മാ സനഅത ശൈഅ, നീ എന്ത് ചെയ്തിട്ടില്ല? ഒരു കാര്യവും ചെയ്തിട്ടില്ല. قال ثم يجيء احدهم فيقول ما تركته حتى فرقت بينه وبين امراته. ഞാൻ ഒരുവൻ എന്ത് ചെയ്തിട്ടില്ല? ഉപേക്ഷിച്ചിട്ടില്ല, അവനും അവന്റെ ഭാര്യയും തമ്മിൽ വേർപിരിയുന്നത് വരെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ച് നോക്കൂ. അപ്പൊ ശൈത്താൻ എന്താ ചെയ്യാ? ഖാല ഫയുദ്നീഹി മിൻഹു വയഖൂൽ നിഅമ അൻത. ആ ശൈത്താൻ പറയുമെന്നാണ് എന്ത്? അവനെ അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് പറയും, നിഅമ അൻത, നീ എത്ര നല്ലവനാണ് എന്ന്. അപ്പൊ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ശൈത്താൻ അവൻ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തെറ്റുന്നത് അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഈ ഹദീസ് നമ്മളെ മനസ്സിൽ നമ്മൾ കുത്തിവെക്കണം. ഓരോ ഭാര്യമാരും ഭർത്താക്കന്മാരും ഭാര്യമാരോട് എന്തെങ്കിലും തർക്കത്തിൽ ഏർപ്പെടുമ്പോൾ എന്ത് ചെയ്യണം? ഈ ഹദീസ് അവന്റെ കൺമുന്നിൽ അവൻ എന്ത് ചെയ്യട്ടെ? കൊണ്ടുവരട്ടെ.